നമ്മുടെ പുരാണങ്ങളിലും പല ഉപപുരാണങ്ങളിലും പ്രതിപാദിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതും അവയൊക്കെ നടന്നതുമായ സ്ഥലങ്ങൾ അഥവാ അവയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾ ഇന്നത്തെ ഭൂപടത്തിൽ എവിടെയൊക്കെയാണെന്ന് ഒന്ന് നോക്കിക്കാണാം. ആദ്യം തന്നെ കണ്വാശ്രമം. മഹാഭാരത പുരാണത്തിൻ്റെ തുടക്കത്തിന് കാരണമാകുന്ന തലമുറകളിൽ ഒന്നാകുന്നു ഭരതൻ. ഭരതൻ്റെ മാതാവാകുന്ന വിശ്വാമിത്ര മേനകാപുത്രി ശകുന്തള ജനിച്ചു വളർന്നത് കണ്വൻ എന്ന മഹാമുനിയുടെ ദത്തുപുത്രിയായാണ്. ശകുന്തളയുടെ ആശ്രമത്തിലെ ഉറ്റ തോഴിമാരാകുന്നു അനസൂയയും പ്രിയംവദയും. അവരുടെ പ്രിയ തോഴിയായിരുന്നു ഒരു മുല്ലച്ചെടി. അവളാകുന്നു വനജോത്സ്ന. ശകുന്തള ആദ്യമായി ഹസ്തിനാപുരി മഹാരാജൻ ദുഷ്യന്തനെ കണ്ടുമുട്ടിയ പവിത്രമായ ഇടമാകുന്നു മാലിനി നദിക്കര. അങ്ങനെ ശകുന്തളയുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ച ആ സ്ഥലം മഹാമുനി കണ്വന്റെ ആശ്രമം നിലകൊണ്ട സ്ഥലം ഇന്നത്തെ ഭൂമിയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനമായ ഹരിദ്വാറിൽ നിന്നും 42 കിലോമീറ്റർ അകലെയായി ഒരു വനപ്രദേശത്താകുന്നു. അടുത്തതായി നിലഛത്രി ക്ഷേത്രം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ വിജയം കൈവരിക്കുകയും ശേഷം യുധിഷ്ഠിര ചക്രവർത്തി മഹായാഗമാകുന്ന അശ്വമേധം നടത്തുകയും ചെയ്തു. അന്ന് യുധിഷ്ഠിരൻ അശ്വമേധം നടത്തുവാനായി ഒരു ശിവക്ഷേത്രം നിർമ്മിക്കുന്നു. അതിനോട് ചേർന്നൊരു തീർത്ഥക്കുളവും പണി കഴിപ്പിച്ചു. അങ്ങനെ യുധിഷ്ഠിരനാൽ നിർമ്മിക്കപ്പെട്ട ഈ ശിവക്ഷേത്രവും അശ്വമേധ മഹായാഗം നടന്നതുമായ സ്ഥലമാകുന്നു നിലഛത്രി ക്ഷേത്രം. ഈ ക്ഷേത്രം ഇന്നത്തെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഡൽഹിക്കടുത്തായി, അതായത് അന്നത്തെ ഇന്ദ്രപ്രസ്ഥത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ദേവപ്രയാഗ്. മഹാവിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 8ാമത്തെ അവതാര പുരുഷനാകുന്ന ശ്രീരാമചന്ദ്രൻ ലങ്കാധിപതിയെ വധിച്ച ശേഷം സീതാദേവിയെ വീണ്ടെടുക്കുകയും തിരികെ സീത ലക്ഷ്മണ സമേതനായി അയോധ്യയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ അവിടെ എത്തിയ ശേഷം ഭഗവാൻ യുദ്ധത്തിൽ ധാരാളം യോദ്ധാക്കളെ കൊന്നൊടുക്കിയിരുന്നു. രാക്ഷസർ കൂടാതെ ധാരാളം ബ്രാഹ്മണരും അതിലുണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ രാവണൻ രാക്ഷസനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവൊരു ബ്രാഹ്മണനായിരുന്നു. അങ്ങനെ ബ്രഹ്മഹത്യ പാപം ഒഴിയുന്നതിനായി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തപം ചെയ്ത പുണ്യഭൂമിയാകുന്നു ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് അളകനന്ദ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേവഭൂമിയായ ദേവപ്രയാഗ്. അടുത്തതായി ബിസ്രാഖ്. രാമായണത്തിലെ പ്രതിനായകനായ രാക്ഷസരാജാവാകുന്നു ലങ്കാധിപതി രാവണൻ. അദ്ദേഹത്തിൻ്റെ പിതാവാകുന്നു ബ്രഹ്മപുത്രനും പ്രജാപതിയുമാകുന്ന പുലസ്ത്യപുത്രൻ വിശ്രവസ്. അദ്ദേഹം രാക്ഷസരാജാവാകുന്ന സുദേശന്റെ പുത്രൻ. സുമാലിയുടെ 10 സന്തതികളിൽ ഒരുവളാകുന്ന കൈകസി എന്ന രാക്ഷസ സ്ത്രീയിൽ ജനിച്ച പുത്രനാകുന്നു രാവണൻ. ഈ രാക്ഷസരാജൻ പിറവികൊണ്ട ഇടമാകുന്നു ഉത്തർപ്രദേശിലെ ബിസ്രാഖ് എന്ന പ്രദേശം. ഈ പ്രദേശത്തിന് ആ നാമമുണ്ടാകാൻ തന്നെ കാരണം രാവണന്റെ പിതാവായ വിശ്രവസ മുനിയുടെ നാമത്തിൽ നിന്നും ആകുന്നു. അടുത്തതായി നീലകണ്ഠ മഹാദേവ ക്ഷേത്രം, ഹരിദ്വാർ. പാലാഴിമഥന വേളയിൽ കാളകൂടം പാനം ചെയ്ത മഹാദേവൻ പിന്നീട് 60,000 വർഷങ്ങൾ തപസ്സിൽ മുഴുകി. അങ്ങനെ ഭഗവാൻ തപം ചെയ്ത പ്രദേശമാകുന്നു പിൽക്കാലത്ത് അതിമഹാ തീർത്ഥാടന കേന്ദ്രമായ ഒരു ഖണ്ഡത്തിന്റെ രൂപത്തിലുള്ള ഒരു ശിവലിംഗത്തോടു കൂടിയ ആരാധനാ കേന്ദ്രമായി തീർന്നു. അതാകുന്നു ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന നീലകണ്ഠ മഹാദേവ ക്ഷേത്രം.